ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആനന്ദിനോട് മാധുരി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ, ഇനി അരുണിമ ചേച്ചി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. ചില സത്യങ്ങളൊക്കെ അരുണിമ ചേച്ചി വിളിച്ച് പറയുന്നുണ്ടാവും. എനിക്ക് ഉറപ്പുണ്ട് ഇനി പഴയ അരുണിമ ചേച്ചി ആവില്ല തിരികെ വരുന്നത്. ആനന്ദേട്ടൻ കണ്ടോ എന്നൊക്കെ അങ്ങ് മാധുരി നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ, മാധുരിയുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ ആനന്ദിനും ഒരു സംശയമൊക്കെ വരികയാണ് കേട്ടോ. പിന്നീട് മധു ആൻറ്റിയും അച്ചമ്മയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മധു ആൻറ്റി അവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ അച്ചമ്മ ഉണ്ടായ വഴക്കുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മധു, നീ ഇവിടെ ഇല്ലാഞ്ഞത് ഒരു കണക്കിന് നന്നായി. കാരണം അതൊക്കെ കണ്ടു നിന്നവർക്ക് തന്നെ ആകെ അതിശയമായിരുന്നു. ആ പൂജ നന്ദനോട് സംസാരിക്കുന്നത് നീ കേൾക്കണമായിരുന്നു. എന്തായിരുന്നു അവളുടെ സംസാരം? അവസാനം നന്ദന് തന്നെ ക്ഷമ നശിച്ച് പൂജയെ അടിക്കാൻ വേണ്ടി ചെന്നു. പക്ഷേ അർജുൻ അത് തടഞ്ഞു. എന്തിനു തടഞ്ഞു? അവളെ അടിക്കേണ്ടത് തന്നെയായിരുന്നു എന്നങ്ങ് പറയുമ്പോൾ, പക്ഷേ ഒരു കണക്കിന് മധു അത് തടഞ്ഞത് നന്നായേനെ. കാരണം അവൻ്റെ ആ ഒരു സംസാരവും പെരുമാറ്റ രീതിയിലും പൂജയെ എങ്ങാനും അടിച്ചിട്ടുണ്ടെങ്കിൽ അർജുൻ തിരിച്ച് നന്ദനെ അടിക്കുമായിരുന്നു. അത്രയ്ക്കധികം ദേഷ്യത്തോടു കൂടി തന്നെയായിരുന്നു നന്ദനോട് അവർ പൂജയും അർജുനും കൂടി സംസാരിച്ചതിന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആനന്ദ് കൂടി അർജുനെ അടിക്കുന്ന സമയത്ത് ഇടപെട്ടത് കൊണ്ടാണ് ആനന്ദിന് അടി വീണത്. പക്ഷേ ആനന്ദിനെയാണ് ആദ്യം നന്ദൻ അടിച്ചതെങ്കിലും കൂടിയിട്ട് ആനന്ദ് തിരിച്ചു തല്ലിയത് നന്ദനെ ആയിപ്പോയി. അത് ശരിക്കും അർജുനെ ആയിരുന്നു അടിക്കേണ്ടത് എന്ന് പറയുമ്പോൾ മധു ആൻറ്റി പറയണ, അത് അമ്മ പറഞ്ഞത് ശരിയാണ്. ആ അർജുന് ഒരു അടിയുടെ കുറവുണ്ട്. അവനായിരുന്നു ആദ്യം പൊട്ടിക്കേണ്ടത് എന്ന്. ആനന്ദേട്ടൻ ഇത് എന്തിൻ്റെ കേട? ആനന്ദേട്ടനും നന്ദേട്ടനും എന്ത് നല്ലവരായിട്ട് ജീവിച്ചിരുന്നവരാ. എന്നിട്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ ഉണ്ടായത്? എനിക്കിപ്പോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് തന്നെ ദേഷ്യം പിടിക്കുന്നു. എനിക്ക് ഇവിടെ ഉണ്ടായാൽ മതിയായിരുന്നു ആ സമയത്ത്, എന്നാൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മധു ആൻറ്റി അച്ചമ്മയോട്. എന്നിട്ട് പറയാണ്, ഇനിയിപ്പോൾ ഇവരൊക്കെ പറയുന്നത് പോലെ എനിക്ക് അതല്ല അമ്മ ആകെ പേടി തോന്നുന്നത്. നമ്മളെ അനുമോളെ ഇവരെന്തെങ്കിലും ചെയ്യുമോ എന്നങ്ങ് പറയും. എന്താ നീ പറയുന്നത്? അതെ അമ്മേ, ഇപ്പോൾ അനുമോളെ കാണാതായിട്ടുണ്ടല്ലോ. അത് ഇവർ മാറ്റിയതാണെങ്കിൽ തന്നെ ഇവർ തന്നെ ഇനി അനുമോളെ തീർത്ത് കളയാൻ വേണ്ടി നോക്കുമോ? നീ അങ്ങനെയൊന്നും പറയില്ലേ, എനിക്ക് ആകെ പേടിയാവുന്നു എന്ന് പറയുമ്പോൾ, അല്ല ഇനിയിപ്പോൾ അനുമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ 2 ജീവനാണ് ഇല്ലാതാവുന്നത്. അവളുടെ വയറ്റിൽ വളരുന്നത് ഈ വീട്ടിലെ അടുത്ത തലമുറയാണ്. എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ അമ്മ ആകെ പേടിയാവുന്നു എന്നും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും നന്ദേട്ടൻ പോലീസിൽ കേസൊക്കെ കൊടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ തന്നെ പുറത്ത് വിട്ടോളും എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ മധു ആൻറ്റി. അനുവിനെ പുറത്ത് വിട്ടോളും എന്നൊക്കെ ഇങ്ങനെ അച്ചമ്മയോട് പറയണേ. ആ സമയത്ത് അവർ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെല്ല് അടിക്കണം. ആരോ വന്നിട്ടുണ്ട്. അമ്മ ഇവിടെ നിൽക്കും, ഞാൻ പോയി കതക് തുറന്നിട്ട് വരാമെന്നും പറഞ്ഞിട്ട് നേരെ കതക് തുറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ മധു ആൻറ്റി കതക് തുറന്നപ്പോൾ അത് വസന്തനങ്കിളാവും കേട്ടോ. അപ്പോൾ വസന്തനങ്ങൾ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് ഇങ്ങനെ ആക്കിയ പരുവത്തിലാവും കേട്ടോ മധു ആൻറ്റിയോട് ചിരിക്കുന്നുണ്ടാവുക. അപ്പോൾ മധു ആൻറ്റി ചോദിക്കുകയാണ്, എന്ത് പറ്റി വസന്തേട്ട ഇന്ന് നല്ല ചിരിച്ചിട്ടാണല്ലോ വരുന്നത്, അതെന്താ എനിക്ക് ചിരിക്കാനും പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അല്ല വസന്തേട്ട ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് അങ്ങനെ ചിരിക്കാറൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ, എന്നാൽ ഞാൻ ഒന്നുകൂടി ചിരിക്കാമെന്നും പറഞ്ഞിട്ട് വസന്തേട്ടൻ പിന്നെ വീണ്ടും അങ്ങ് ഒരു ആക്കിയ പരുവത്തിൽ അങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. എന്നതിന് ശേഷം നേരെ ടേബിളിൻ്റെ അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, അതെങ്ങനെ അർജുൻ വിളിച്ച് പറഞ്ഞതാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് ഇവിടെ എന്താ ആരും ഒന്നും ഭക്ഷണം കഴിച്ചില്ലേ, എല്ലാവരും കിടന്നോ എന്ന് ചോദിക്കുമ്പോൾ, ആ കിടന്നു കാണോ, ഇവിടെ ആരും ഒന്നും ഭക്ഷണം കഴിച്ചില്ല. കാരണം ഇന്ന് അങ്ങനെയല്ലേ ഇവിടെ ഉണ്ടായത്, അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കിയതുമില്ല കഴിച്ചതുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ അമ്മയും ഒന്നും കഴിച്ചില്ല, അമ്മക്ക് മരുന്നൊക്കെ കുടിക്കാനുള്ളതല്ലേ എന്ന് പറയുമ്പോൾ, എന്താ വസന്തേട്ടൻ കളിയാക്കുകയാണോ? അല്ല, ഞാൻ നല്ലപോലെ ചോദിച്ചതാണ് എന്ന്. ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു, അമ്മയ്ക്ക് കൊടുത്തു, അപ്പോൾ അമ്മ കഴിച്ചു. ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ കഴിക്കാൻ ചെന്ന സമയത്ത് കനകേച്ചി അത് എടുത്തു കഴിച്ചു, അതുകൊണ്ട് ഞാനും ഒന്നും കഴിച്ചില്ല എന്ന് പറയട്ടോ. എന്തായാലും ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ഇവിടെയൊക്കെ അടിയും പിടിയും വഴക്കും എന്നൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും മനസ്സിൽ. അതുകൊണ്ട് ഞാൻ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ബിരിയാണിയാണ്. നീ എന്നാൽ ഒരു കാര്യം ചെയ്യ്, പ്ലേറ്റ് എടുത്തിട്ട് വാ എന്ന്
എന്ന് പറയട്ടോ. അപ്പോൾ മധു ആൻറ്റിയുടെ വിചാരം വസന്തൻ അങ്കിള് മധു ആൻറ്റിക്കുള്ള ഭക്ഷണം കൊടുക്കുകയാണ് എന്ന് കരുതിയിട്ട് സന്തോഷത്തോടു കൂടി പ്ലേറ്റ് എടുത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതെന്താ ഒരു പ്ലേറ്റ് ഉള്ളല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ വസന്തേട്ടനും കഴിച്ചിട്ടില്ലേ എന്ന് ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പ്ലേറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നിട്ട് പ്ലേറ്റ് കൊടുന്ന് വെച്ച ശേഷം വസന്തേട്ടൻ അതൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. രണ്ട് പ്ലേറ്റിലും ഒരേപോലെ വസന്തൻ അങ്കിൾ വിളമ്പാണ്. അപ്പോൾ ആ സമയത്ത് എന്നാൽ ഇനി ഈ വേസ്റ്റ് അങ്ങ് കൊണ്ടുപോയി കളഞ്ഞേക്ക്, ഇതൊക്കെ അങ്ങ് കൊണ്ട് കളഞ്ഞേക്ക്, ഞാൻ ഈ 2 ചോറ് കൊണ്ട് കൊടുക്കട്ടെ പറയുമ്പോൾ ആർക്ക് ഇത് നമുക്ക് കഴിക്കാനുള്ളതല്ലേ എന്ന് അല്ല ഇത് ഞാൻ പൂജയ്ക്കും അർജുനും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം. ഇത് ഞാൻ ശരിക്കും എനിക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ അവരാണ് ഈ വീട്ടിൽ ആകെ ഒരു മനുഷ്യപ്പറ്റുള്ള സ്വഭാവത്തിലുള്ളവർ. അതുകൊണ്ട് അവർ പട്ടിണി കിടക്കാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് ഇത് കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വസന്തൻ അങ്കിൾ ആ ബിരിയാണിയുമായിട്ട് അവരുടെ റൂമിലേക്ക് അങ്ങ് പോവാൻ കേട്ടോ. അപ്പോൾ മധു ആൻറ്റിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. എന്നിട്ട് വസന്തൻ അങ്കിൾ പോയി എന്ന് കഴിഞ്ഞ ശേഷം മധു ആൻറ്റി അവിടെ ഇരിക്കുന്ന ആ വേസ്റ്റിൻ്റെ കവറൊക്കെ എടുത്തിട്ട് അങ്ങ് വലിച്ചെറിയാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് വസന്തൻ അങ്കിൾ നേരെ അർജുൻ്റെ റൂമിൽ ചെന്നിട്ട് അർജുൻ പൂജ കതക് തുറക്കുക എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് പൂജ കതക് തുറക്കുകയാണ്. വസന്തൻ അങ്കിളോ വരൂ വസന്തൻ അങ്കിൾ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റിയ ശേഷം ഇതെന്താ ചോറൊക്കെയെന്ന്, നിങ്ങൾ ഇന്ന് 2 പേരും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞു, ഇവിടെയൊന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ ഞാൻ അറിഞ്ഞു എന്നങ്ങ് പറയട്ടോ. അപ്പോൾ അർജുനും പൂജയും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് അതിന് നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, അതല്ല വസന്തൻ അങ്കിൾ, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ വിശപ്പില്ല എന്നൊക്കെ തോന്നും, പക്ഷേ ഭക്ഷണം അങ്ങ് കഴിച്ചു തുടങ്ങുമ്പോൾ വിശപ്പൊക്കെ താനേ വന്നോളൂ. ഇത് കഴിക്കണം, നിങ്ങൾ 2 പേരും ഇത് കഴിക്കണം, വെറുതെ അത്താഴ പട്ടിണി കിടക്കരുത് എന്ന് പറയട്ടോ. എന്നിട്ട് വസന്തൻ അങ്കിൾ പറയണേ, എൻ്റെ അമ്മ പറയുമായിരുന്നു അത്താഴ പട്ടിണി കിടക്കരുത്, ഭക്ഷണത്തിനോട് ഒരിക്കലും വാശി കാണിക്കരുത് എന്ന് പറയും. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഒരു മോനായതുകൊണ്ട് തന്നെ അങ്ങനെ തല്ലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ മധുവിനെ കല്യാണം കഴിച്ചു കൊടുന്ന ശേഷമാണ് വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് മധു അവിടെ വഴക്കിട്ട ശേഷം ഭക്ഷണം കഴിക്കാതെയൊക്കെയാണ് മധു കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മ വന്ന് ഭക്ഷണത്തിനോട് ഒരിക്കലും പിണക്കം കാട്ടരുത്, ഭക്ഷണത്തിനോട് ഒരിക്കലും നിരസിക്കരുത്, ഭക്ഷണം കഴിച്ച് കിടക്കണം വസന്ത എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ വന്ന് വിളിക്കും. അപ്പോൾ മധു തീരെ വരില്ലായിരുന്നു. അതേപോലെ നിങ്ങൾ ഒരിക്കലും ഭക്ഷണത്തിനോട് നീരസം കാണിക്കാതെ ഭക്ഷണം കഴിക്കണം. പിന്നീട് നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം, ഇവിടെ ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾ തന്നെ ഒരു പരിഹാരം കണ്ട ശേഷം നിങ്ങൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, അടിക്കേണ്ടടുത്ത് അടിക്കുകയും വേണം. അങ്ങനെ വേണം ഇനി മുതൽ ഇവിടെയൊക്കെ നേരാക്കി എടുക്കാൻ. പുറത്താക്കണം എന്ന് തോന്നുന്നവരെ നിങ്ങൾ പുറത്താക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞ് വസന്തൻ നല്ല ബോൾഡായിട്ട് തന്നെ അർജുനോടും പൂജയോടും കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. എന്നിട്ട് പറയാണ്, ഇവിടെ ശല്യമായിട്ട് നിൽക്കുന്നത് ആരൊക്കെയാണ് എന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ, അവരെയൊക്കെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് പ്രിയനും കൂടി ചേർത്തിട്ടാവും കേട്ടോ വസന്തൻ അങ്കിൾ പറയുന്നുണ്ടാവുക. എന്നിട്ട് വസന്തൻ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് പോവാണ്. എന്നിട്ട് പറയാണ്, ഭക്ഷണം കഴിക്കാതിരിക്കരുത്, ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് വസന്തൻ്റെ ഈ ഒരു മാറ്റം കണ്ടിട്ട് പൂജ പറയണ അർജുനോട്, വസന്തനങ്ങൾ ഒരുപാട് മാറി, ഇങ്ങനെ ഒരിക്കലും മാറുമെന്ന് കരുതിയതല്ല, ആ മധു ആൻറ്റിയുടെ കാലിൻ്റെ ചോട്ടിൽ കിടന്നിരുന്ന ആളാണ് ഇപ്പോൾ കണ്ടില്ലേ. അതങ്ങനെയാണ് പൂജ, ആരെങ്കിലും നഷ്ടപ്പെട്ടാലാണ് സ്നേഹത്തിൻ്റെ വില തിരിച്ചറിയുകയുള്ളൂ, അതാണ് ഇങ്ങനെയൊക്കെ മാറ്റാൻ കാരണം വസന്തൻ അങ്കിളിനെ എന്നൊക്കെ പറയാൻ. എന്നിട്ട് പൂജയും അർജുനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുത്തിട്ട് പിന്നീട് അവരെ ഭക്ഷണമൊക്കെ അങ്ങ് കഴിക്കാൻ കേട്ടോ. എന്നതിൻ്റെ ശേഷം വസന്തൻ അങ്കിൾ പറഞ്ഞതുപോലെ ഇനി മുതൽ നമുക്ക് കുറച്ച് സ്ട്രോങ് ആവണം, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഇനി പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ച് ഈ വീടിനെ ചേർത്ത് പിടിക്കണം, ഈ വീട് ഇനി ഇങ്ങനെ അകന്നു പോയാൽ ശരിയാവില്ല, ഇവിടെ ഈ വീടിനെ മൊത്തത്തിലൊന്ന് ചേർത്ത് പിടിക്കണം എന്നൊക്കെ അർജുനും പൂജയും കൂടി അങ്ങനെ തീരുമാനം എടുക്കാൻ കേട്ടോ. പിന്നീട് നന്ദനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നന്ദനാണെങ്കിലോ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ദേഷ്യം പിടിച്ചിട്ട് കള്ളൊക്കെ കുടിക്കാൻ കേട്ടോ. അപ്പോൾ അവിടേക്ക് ശങ്കർ റാമു വരികയാണ് എരിപിരി കയറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മതി നന്ദേട്ട, ഇങ്ങനെ കള്ള് കുടിക്കണ്ട എന്ന് പണ്ട് വാങ്ങിച്ച് വെക്കുകയാണ്, വിട് ശങ്കർ, എനിക്ക് കുടിക്കണം, എന്താ എന്ന് അവിടെ ഉണ്ടായത്, ആ പൂജ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കട്ടെ. ഞാനിന്ന് ഉച്ചയ്ക്ക് വന്നപ്പോഴേ ചോദിക്കാൻ വേണ്ടി നിന്നതാണ്, പക്ഷേ നന്ദേട്ടൻ അങ്ങ് ഇറങ്ങിപ്പോയില്ലേ, അതുകൊണ്ടാണ് ഒന്നും ചോദിക്കാതിരുന്നത്, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ആ പൂജ നമ്മൾ
നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവൾ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കാൻ അറിയുന്നവൾ തന്നെയാണ്. അവൾ പറയുന്ന ഓരോ വാക്കുകൾ അത് എൻ്റെ നെഞ്ചിൽ കൊണ്ടിട്ടുണ്ട്. എന്താണ് അവൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ അങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് അടിച്ചതും ആനന്ദിനെ അടിച്ചതും അർജുൻ തടഞ്ഞതൊക്കെ അങ്ങ് പറയണേ. എന്നിട്ട് എന്നെ പ്രിയേനെ കണ്ടുപിടിക്കാൻ അച്ഛനെ കൊണ്ട് കഴിയുമെങ്കിൽ അങ്ങ് കണ്ടുപിടിക്ക്. എന്നിട്ട് ഈ ജോലി അങ്ങ് കളയുക. അത് വേറൊരു ജോലി കണ്ടുപിടിച്ച ശേഷം മാത്രം മതി ഈ ജോലി കളയൽ. അങ്ങനെയൊക്കെ ആക്കിയ രീതിയിൽ തന്നെയാണ് അവൾ സംസാരിച്ചത് എന്ന് പറയുമ്പോൾ ശങ്കർറാം കുറച്ച് എരിപിരി കയറ്റുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ പൂജയെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നുള്ളത്. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം വേറെ പണി കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ, അത് ഇതിലും ഭേദം ചെരക്കാൻ പോവണം എന്നുള്ള ആ അർത്ഥത്തിലാണ് അവൾ പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ വീണ്ടും നന്ദന് ദേഷ്യം പിടിച്ചിട്ട് വീണ്ടും നന്ദൻ കള്ളങ്ങ് കുടിക്കാൻ കേട്ടോ. ഇനി ഒരു കാര്യം നന്ദേട്ടൻ മനസ്സിലാക്കിക്കോ, അവൾ അരുണിമ ചേച്ചിയെ അമ്മ എന്നും വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ അവളുടെ അടവാണ്. അതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ നന്ദേട്ട എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പറയുമ്പോൾ അരുണിമ ചേച്ചി ഒരു കണക്കിന് ജയിലിൽ തന്നെ കഴിയുന്നതല്ലേ നല്ലത്, പുറത്തേക്ക് കൊണ്ടുവരണ്ട. എന്താടാ നീ പറഞ്ഞത്? എൻ്റെ അരുണിമ കാലാകാലം പിന്നെ ജയിലിൽ കഴിയണം എന്നാണ് നീ അതല്ല നന്ദേട്ട ഞാൻ പറഞ്ഞത്. അല്ല, അരുണിമ ചേച്ചിയുടെ ജീവന് ഒരു സേഫ് ഉള്ളത് ഇപ്പോൾ ജയിലിലാണ്. ഇപ്പോൾ പ്രിയക്ക് തന്നെ അനുവിന് തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പറയുന്ന പൂജയും അർജുനും അനുവിനെ ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെ അരുണിമ ചേച്ചിയെ ഇനി എന്തെങ്കിലും പുറത്തു വന്നാൽ ചെയ്യും. അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. എൻ്റെ അരുണിമേനെ അവർ ഇനി ഒന്നും ചെയ്യില്ല. എൻ്റെ അരുണിമേനെ ഞാൻ ജയിലിൽ നിന്ന് നേരെ കൊണ്ടുവരുന്നത് അവൾക്ക് വേണ്ടി വാങ്ങിയ ഈ വീട്ടിലേക്കാണ്, അവളുടെ പേരിലുള്ള ഈ വീട്ടിലേക്കാണ്. അവളുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് നുള്ളിയിടാൻ പോലും ഞാൻ ആരെയും അനുവദിക്കില്ല. പിന്നെ ഇനി മുതൽ ഞാൻ കുറച്ച് എല്ലാവരും രഹസ്യമായിട്ട് തന്നെ നിരീക്ഷിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിൽക്കുന്നവരെയും സ്നേഹം നടിച്ച് ഒപ്പം നിൽക്കുന്നവരെയും പുറത്തുള്ളവരെയും എല്ലാം തന്നെ ഇനി മുതൽ ഈ നന്ദൻ എല്ലാവരെയും പരീക്ഷിച്ചു തുടങ്ങുക തന്നെയാണ്. ഇനി നന്ദൻ്റെ വേറൊരു മുഖം തന്നെയാണ് എല്ലാവരും കാണാൻ പോകുന്നത്. നന്ദൻ്റെ യഥാർത്ഥ മുഖമൊക്കെ ഇനിയാണ് എല്ലാവരെയും കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശങ്കർറാമിന് ഒരു ചെറിയ പേടി തോന്നുകയാണ് കേട്ടോ. ഞാനെങ്ങാനും ഇങ്ങനെയൊക്കെ കള്ളത്തരം കാട്ടുന്നത് എങ്ങാനും നന്ദേട്ടൻ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള അർത്ഥത്തിലാവുമോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ആ ഒരു പേടി ശങ്കർറാമിന് പെട്ടെന്ന് തന്നെ മുഖത്ത് വരികയാണ് കേട്ടോ. എന്നിട്ട് നന്ദൻ നല്ല കലിപ്പോട് കൂടി തന്നെ പറയാണ്, ഇനി ഞാൻ ബന്ധങ്ങളും സ്വന്തങ്ങളും ഒന്നും തന്നെ ഞാൻ ചിന്തിക്കില്ല. ഇനി നന്ദൻ്റെ യഥാർത്ഥ മുഖം എല്ലാവരും കാണും. എല്ലാവരെയും ഇനി മുതൽ ഈ നന്ദൻ രഹസ്യമായിട്ട് തന്നെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് എന്നുള്ളത് ഈ നന്ദൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്.